നമുക്കിന്ന് അവിൽ മിൽക്ക് ഉണ്ടാക്കാം. അവിൽ മിൽക്ക് ഞാൻ അഗാരോൻ്റെ പാത്രത്തിലാണ് വറക്കാൻ വെക്കണേ. ഇത് സ്റ്റീമറും കൂടിയുള്ളതാണ്. അപ്പോൾ അത് നല്ല ഉപകാരമുള്ള ഒരു പാത്രം. നമ്മുടെ ഗ്യാസ് കഴിഞ്ഞ കാരണം നമുക്ക് ഇനിയിപ്പോൾ ഇതുപോലത്തെ ഹെൽത്തി ആയിട്ടുള്ള അങ്ങനെ എന്തെങ്കിലും വയറ് ഫില്ലാവുന്ന അങ്ങനെ എന്തെങ്കിലും കഴിക്കേണ്ടി വരും. ഇപ്പം ഞാൻ വറക്കണ കണ്ടിട്ട് എൻ്റെ പിന്നാലെ ഓടി വന്ന് അമ്മ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞ് ഒരാളിത് വന്നിട്ടുണ്ട്. ആൾക്കാണെങ്കിൽ വീഡിയോ എടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാനത് വെന്തോ നോക്കാൻ പറഞ്ഞപ്പോൾ വെന്തോ നോക്കണതാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ വെന്തിട്ടില്ല എന്നും പറഞ്ഞു എൻ്റെ അടുത്ത്. അപ്പം നമുക്കത് നന്നായി വറുത്തിട്ട് ഒരു ചെറുതായിട്ട് നമുക്കൊന്നിങ്ങനെ ഒന്ന് ഞെക്കി നോക്കുമ്പോൾ നമുക്കൊരു ക്രിസ്പിനെസ് തോന്നുന്നു, ചെറുതായിട്ടൊന്നൊരു പൊടിഞ്ഞും വരും. അപ്പോൾ അതുപോലെ ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. പിന്നെ ഞാൻ ഇതിന് പൂവമ്പഴമാണ് ഇതിന് വേണ്ടത്. നമ്മൾ സാധാരണ ഷേക്ക് അടിക്കണ പോലെ തന്നെ. അപ്പോൾ ഞാൻ വാങ്ങിച്ച പഴത്തിൽ പഴുപ്പ് കുറവായിരുന്നു. അപ്പോൾ നമുക്ക് നല്ല പഴുത്ത പൂവമ്പഴമാണെങ്കിൽ നമുക്ക് ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഒരു പൂവമ്പഴം നമ്മളൊരു 3 എടുക്കുന്നുണ്ട്. 3 എടുത്ത് നമുക്കൊരു ഫോർക്ക് വെച്ച് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നമുക്കൊരു ഫോർക്ക് വെച്ച് ഇങ്ങനെ ചെറുതായിട്ട് ഉടച്ച് തരിതരിയായിട്ട് ഇങ്ങനെ കഷ്ണങ്ങളായിട്ട് കിട്ടുന്ന രീതിയിൽ നമുക്കാക്കാം. മിക്സിയിലിട്ട് അടിക്കണ്ട. മിക്സിയിലിട്ട് അടിച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് അങ്ങോട്ട് സ്മൂത്തായി പോവും. അപ്പോൾ നമുക്കിത് ഇപ്പോൾ കുറച്ച് പഞ്ചസാര ഇട്ട് നമുക്ക് ഫോർക്കൊക്കെ വെച്ച് നമുക്കൊന്ന് ഉടച്ചു കൊടുക്കാം. നല്ല ഹെൽത്തിയാണ്. നമുക്ക് അത്യാവശ്യം വയറ് ഫില്ലാവും ചെയ്യും. അപ്പോൾ ഞാൻ വലിയ കാര്യത്തിൽ ഞാൻ ഫോർക്കൊക്കെ എടുത്ത് ഉടയ്ക്കാൻ നോക്കിയിട്ട് എനിക്ക് പറ്റണില്ല. അതൊക്കെ ഇംഗ്ലീഷുകാർക്ക് പറഞ്ഞിട്ടുള്ള പണിയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ കൈ തന്നെയേ പറ്റുള്ളൂ. അപ്പോൾ പിന്നെ ഇത് ഒന്നാമത്തേൽ പഴുക്കാത്ത കാരണം ഇത്തിരി നമുക്ക് ഉടയ്ക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഞാൻ കൈ കൊണ്ട് തന്നെ ഞാൻ പിന്നെ ഉടച്ചെടുത്തു. നന്നായി നല്ല ഉടച്ച് വരുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും. നല്ല ചെറിയ തരിതരിയായി വരുന്ന രീതിയിൽ അങ്ങനെയൊക്കെ നമുക്ക് ഉടച്ചത് നമുക്കത് മാറ്റി വയ്ക്കാം. ചെറുതിന് എന്നെ ഹെൽപ്പ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടം. അപ്പോൾ അത് കാരണം ആളും കൂടി ഉണ്ട് കേട്ടോ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന്. എന്നിട്ട് നമുക്ക് പാല് നല്ല കട്ടിപ്പാലാണ് എടുത്തിരിക്കണത്. കട്ടിപ്പാൽ നമുക്കതൊന്ന് ഉടച്ചു കൊടുത്തിട്ട് നമുക്കത് മിക്സിയിലിട്ട് നന്നായി ഒന്ന് അടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ ഒരു 4 ഈന്തപ്പഴം കുരുകളഞ്ഞ ഈന്തപ്പഴം കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിനനുസരിച്ചുള്ള മധുരമാണ് മറ്റേ പഴത്തിൽ ഇട്ടിട്ടുള്ളൂ. ഓവർ മധുരമാവുന്നത് അധികം താല്പര്യമില്ല. അപ്പോൾ പിന്നെ ഞാൻ ഇതിലൊരു ചെറിയൊരു കട്ടി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പഴം കൂടി ഞാൻ ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കത് നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഈന്തപ്പഴം ഒന്നും കൂടി നമ്മൾ കുറച്ച് സോക്ക് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഇടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടി നമുക്ക് ഈസി ആയിട്ട് മിക്സ് ചെയ്ത് കിട്ടും. ഇനി നമുക്ക് സെറ്റ് ചെയ്യാം. അവർക്ക് രണ്ടുപേർക്കും വലിയ പാത്രം മതി എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഓട്സ് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ കഴിക്കണതൊക്കെ ഇപ്പോൾ ഈ പാത്രത്തിൽ. അപ്പോൾ ഞാൻ ചെറിയൊരു ഗ്ലാസ് എടുത്തു. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ആ പഴം ഉടച്ചത് ഇട്ട് കൊടുക്കാം. പഴം ഉടച്ചത് കണ്ട വഴിക്ക് തന്നെ മൂത്ത ആൾ പറഞ്ഞു എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ അവന് വെറുതെ പാലും ഈന്തപ്പഴം ആ പഴം കൂടിയിട്ട് അടിച്ച ആ ഒരു മിക്സ് മാത്രം ഇട്ട് കൊടുക്കുള്ളൂ. അത് കഴിഞ്ഞിട്ട് കുറച്ച് നമുക്ക് അവിൽ വറുത്ത് വെച്ചിട്ടുള്ള അവിലും കൂടി കുറച്ചിട്ട് കൊടുക്കാം. അങ്ങനെ 2 ലെയറായിട്ടാണ് ഞാൻ സെറ്റ് ചെയ്യണം. ഇതിൽ വേണമെങ്കിൽ വല്ല ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫില്ല് ചെയ്യാൻ ആപ്പിളൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നമ്മൾ മിക്സിയിൽ അടിച്ച് വെച്ച് കഴിഞ്ഞാൽ പാല് കുറച്ച് നമുക്ക് ഫില്ല് ചെയ്യാം. അധികം അവിലിടണ്ട. അവിലിട്ട് കഴിഞ്ഞാൽ എന്തായാലും ഇതൊന്ന് കുതിർന്ന് വരുമ്പോൾ നന്നായിട്ട് നമുക്കൊരു മട്ടച്ച് നല്ല ഫില്ലായ പോലെ തോന്നും. പിന്നെ അത് കഴിഞ്ഞിട്ട് പഴം പിന്നെ ആദ്യം ഒരു ലെയറും കൂടി ഞാൻ സെറ്റ് ചെയ്യുന്നുണ്ട്. പഴം ഇട്ട് കൊടുത്തിട്ട് കുറച്ചും കൂടി അവിലിട്ട് കൊടുക്കുക. അവിൽ ഒന്ന് നനഞ്ഞ് കുതിർന്ന് വരുമ്പോൾ നമുക്ക് നന്നായി പിന്നെ അതുപോലെ പാൽ അബ്സോർബ് ചെയ്ത് വരുമ്പോഴും നമുക്കൊരു കട്ടിയായ പോലെ തോന്നും. ചെറിയൊരു ലൂസായിട്ടിരിക്കണ ഒരു പരിവാകുമ്പോൾ നമുക്കത് അങ്ങനെ ഷേക്ക് പോലെ നമുക്ക് അങ്ങോട്ട് കുടിച്ച് ഇറക്കി വിടാൻ പറ്റും. ഇത് അവിൽ നനഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പാല് ഇല്ലാത്ത പോലെയാവും. ഇപ്പോൾ ഇവിടെ അങ്ങനെ ഉണ്ടായി. പാല് മുഴുവൻ കുടിച്ച് വന്ന് ലാസ്റ്റ് അവിൽ മാത്രം എനിക്ക് തന്നു. അത് കഴിഞ്ഞ് കുറച്ച് ലാസ്റ്റ് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കപ്പലണ്ടി കൂടി ഇത്തിരി അധികം കപ്പലണ്ടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൽ വേണമെങ്കിൽ ബൂസ്റ്റൊക്കെ ഇട്ടിട്ട് മിക്സിയിൽ അടിക്കുന്ന സമയത്ത് ബൂസ്റ്റൊക്കെ ഇടാറുണ്ട്. പിന്നെ ടൂട്ടി ഫ്രൂട്ടി അതൊക്കെ ഇടാം. അപ്പോൾ ഈ ചൂട്ടത്ത് കുടിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.